ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയായ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മസാലപ്പൊടികളും ചേർത്ത് നമുക്ക് ആദ്യമേ ബീഫ് വേവിച്ചെടുക്കണം. ബീഫ് വേകാനായിട്ട് കുറച്ച് ടൈം വേണ്ടിയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ബീഫ് ഈ മസാല ചേർത്ത് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് എടുത്താലേ ബീഫ് വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് ചുരുങ്ങിപ്പോകും. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതിന്റെ പകുതിയോളം പുതിന ഇലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ബീഫ് മസാലയെല്ലാം പുരട്ടി നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേണം നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 6-8 വിസിൽ അടിക്കുന്നിടം വരെ ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫിന് എപ്പോഴും ഇത്തിരി വേവ് കൂടുതലായിരിക്കും. ഒരു 6-8 വിസിൽ അടിക്കുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് പാകത്തിന് വെന്തെങ്കിൽ നമുക്ക് അത് മാറ്റിവെക്കാം. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. ഈ ബീഫ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ജീരകശാല റൈസിൽ ഉണ്ടാക്കുമ്പോഴാണ്. അത് ഞാൻ 3 കപ്പ് അരിയുടെ ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഈ അരി. അത് ചോറ് വേകാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 6-8 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം പട്ട, 2 തക്കോലം, ഇതെല്ലാം കൂടെ ചേർത്തതാണ്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് റോസ്റ്റ് ആകണ്ട, എന്നാലും കുറച്ച് റോസ്റ്റായി വരുന്നതാണ് നല്ലത്. ഈ നെയ്യ് കിടന്ന് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു 2 മിനിറ്റ് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 3 കപ്പ് അരിക്ക് ഞാൻ ഇതിലേക്ക് 6 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളപ്പിച്ചു തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരി വറക്കുമ്പോൾ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചോറ് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ദമ്മിനിട്ട് വെച്ചാൽ മതി, വെന്ത് വന്നോളൂ. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു 4 സവോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഈ ബീഫിന് 4 സവോളയെ കൂടുതൽ അരിഞ്ഞെടുക്കരുത്, കൂടുതൽ മസാലയായി പോകും. അതുകൊണ്ട് മാക്സിമം
4 സവോള എടുക്കാവൂ. 3 സവോള ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജാതിപത്രിയുടെ പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ നെയ്യോ ഡാൽഡയോ ഒന്നും ചേർക്കരുത്. എണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിന്റെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 5-6 കശുവണ്ടി അരച്ചതും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് അരച്ചതും ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ മസാലയ്ക്ക് എന്തെങ്കിലും പച്ച കുത്തുവല്ലോ ഉണ്ടെങ്കിൽ അതിന്റെ ചുവയൊക്കെ മാറിപ്പോകാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം.
കുറേശ്ശെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ മല്ലിയിലയും പുതിനയിലയും ചേർത്തതാണ്. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഈ മസാലയൊന്ന് മാറ്റിവെക്കാം. നമുക്കിനിയും ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചുവടുകട്ടിയുള്ള പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നമുക്ക് ആ പാത്രത്തിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തവി ചോറിട്ട് കൊടുക്കാം. ഈ ചോറിട്ട് കൊടുക്കുന്നത് നമ്മൾ വെക്കുന്ന മസാല അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് നമുക്ക് മസാല വെച്ചു കൊടുക്കാം. ഞാൻ ഒരു ലെയറായിട്ടാണ് ഈ മസാല വെച്ചു കൊടുക്കുന്നത്. ആദ്യമേ ഈ ബീഫ് മസാല നമുക്കിതിന്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ബീഫ് മസാല മൊത്തമായിട്ട് ഞാൻ ഇതിന്റെ അടിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബീഫ് മസാല വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറിലെ പകുതി ചോറാണ് ഞാൻ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് പാലിൽ കുങ്കുമപ്പൂ ചേർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചോറ് വേവിച്ചപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തതാണ്. ഒരുപാട് നെയ്യ് വേണ്ട എങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ചേർത്ത നെയ്യ് ഒഴിവാക്കാം. നമുക്ക് ബാക്കിയുള്ള ചോറ് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തവി കൊണ്ട് നന്നായിട്ട് ഇത് നമുക്ക് നിരത്തി കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബദാം പൗഡർ പാലിൽ കലർത്തിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കലർത്തിയത് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവ് പാലിൽ കലർത്തിയത് ചേർക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പൈനാപ്പിളൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് സവോള വറുത്തത് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്തിട്ട് അതിനുശേഷം നമുക്കിതുപോലെ ഒരു 3-4 ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ആവി കയറി വരാൻ വേണ്ടിയാണ്. ഇതുപോലെ തവിയുടെ കണ കൊണ്ടാണ് നമ്മളിത് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവിയെല്ലാം മുകളിലോട്ട് കയറി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദമ്മിനിടാം. ആദ്യമേ മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ബീഫ് ബിരിയാണി റെഡിയായി. അതിനി ഒരു സർവിംഗ് പ്ലേറ്റിലെടുത്ത് സർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്